ദിവ്യകാരുണ്യ സ്നേഹാനുഭവങ്ങൾ. ഇത് പാലാരൂപതയിലെ പാതുവ സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ തോമസ് ഓലായത്തിൽ. കുഞ്ഞുനാൾ മുതൽ സംസാരത്തിൽ നേരിട്ട കഠിനമായ വിക്കിന്റെ അനുഭവത്തിൽ നിന്നും ദിവ്യകാരുണ്യനാഥൻ സൗഖ്യം നൽകി ബലിവേദിയിൽ ചേർത്ത ജീവിതാനുഭവങ്ങൾ തോമസ് അച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ തോമസ് ഓലായത്തിൽ. ഞാൻ പാലാരൂപത അംഗമാണ്. പി കോയി ഫൊറോനായുടെ കീഴിലുള്ള ശാന്തിഗിരി ഇടവകയാണ് എൻ്റെ സ്വദേശം. എൻ്റെ വീട്ടിൽ അപ്പൻ, അമ്മ, ചേട്ടൻ, ചേട്ടൻ്റെ വൈഫ്, പിന്നെ പെങ്ങൾ, 2 കുഞ്ഞുങ്ങൾ അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ അനുഭവത്തെക്കുറിച്ചാണല്ലോ ഈ സമയത്ത് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞതിൻ്റെ കാരണം തന്നെ ഈ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ എന്നെ ഏറെ സഹായിച്ചത് എൻ്റെ കുടുംബമാണ്. പ്രത്യേകിച്ച് എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ. അവരുടെ നല്ല പ്രാർത്ഥനാ ജീവിതത്തെ കണ്ടുകൊണ്ടാണ് ചെറുപ്പകാലം മുതൽ തന്നെ പ്രാർത്ഥിക്കുന്നതിനും പ്രത്യേകിച്ച് ദൈവവചനത്തോടും എനിക്ക് വലിയൊരു ഇഷ്ടം തോന്നാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം. അന്ന് ദേവാലയം വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരെയായിരുന്നു. തീക്കോയി ഫൊറോന പള്ളിയായിരുന്നു അന്നത്തെ ഇടവക പള്ളി. അത് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ ദൂരം ഉണ്ട്. അപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിലാണ് സാധാരണ പള്ളിയിൽ പോകാറുള്ളത്, ശനി ഞായർ ദിവസങ്ങളിൽ. കാരണം അന്നാണല്ലോ അവധിയുള്ളത്. അപ്പോൾ എല്ലാ ശനിയാഴ്ചയും തന്നെ പള്ളിയിൽ പോകണമെന്നുള്ളത് വീട്ടിലെ ഒരു നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു. ശനിയാഴ്ച ഞാനും എൻ്റെ ജ്യേഷ്ഠ സഹോദരനും കൂടി എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഞങ്ങൾ ദേവാലയത്തിൽ പോകും. എൻ്റെ സഹോദരി എന്നെക്കാളും ഒത്തിരി ഇളയതായതുകൊണ്ടാണ് എൻ്റെ ചെറുപ്പകാലത്തെ എന്നെ സ്വാധീനിച്ചത് എൻ്റെ ചേട്ടൻ്റെ കൂടെയുള്ള, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കന്മാരുടെ കൂടെയുള്ള എൻ്റെ ദേവാലയത്തിൽ പോക്കാണ്. അങ്ങനെ ദേവാലയത്തിൽ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും പോകുമ്പോഴും അൾത്താരയിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. എങ്ങനെയോ അറിയാതെ ഒരു ദിവ്യകാരുണ്യ ഭക്തി വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അൾത്താര ബാലന്മാരെയും ഗായിക സംഘത്തെയും എല്ലാം ഞാനിങ്ങനെ സൂക്ഷിച്ച് വീക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ ചെറുപ്പകാലത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് കൂടാൻ ആഗ്രഹമുള്ളിലുണ്ടെങ്കിലും എനിക്ക് എൻ്റെ സംസാരിക്കാനുള്ള തടസ്സത്തെ, അല്ലെങ്കിൽ വിക്ക്, അതിന് ഒരു തടസ്സമായിരുന്നു. അങ്ങനെ എനിക്ക് ഈ സ്റ്റേജിൽ കയറാനും അല്ലെങ്കിൽ ഈ വിശുദ്ധ കുർബാനയ്ക്ക് സഹായിക്കാനൊക്കെ എനിക്കൊരു വല്ലാത്ത ഭയമായിരുന്നു. അത് സ്കൂളിലാണെങ്കിലും അധ്യാപകർ ചോദിക്കുമ്പോഴൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നോട് ഓരോ കാര്യങ്ങൾ പേര് ചോദിക്കുമ്പോഴും, എന്നെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ മറുപടി പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ ഒരു വിക്ക് എനിക്കുണ്ടല്ലോ എന്നുള്ളൊരു വലിയൊരു ഭാരം എന്നെ അലട്ടിയിരുന്നു. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മാതാപിതാക്കന്മാരെയും ഏറെ ഭാരപ്പെടുത്തിയൊരു കാര്യമായിരുന്നു അതെന്നാണ്. കാരണം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് വിഷമിച്ച് സംസാരിക്കുന്ന രീതി കണ്ടിട്ട് അവരും വിഷമിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അതുപോലെയുള്ള അവസരങ്ങളിലാണ് വീട്ടിലെ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന വളരെ ആഘോഷമായിട്ട് നടത്തപ്പെടുന്നൊരു കാര്യമാണ്. അത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പാട്ടുകൾ പാടും, ഒരുമിച്ചിരുന്ന് ബൈബിൾ വായിക്കും, ഒരുമിച്ചിരുന്ന് കൊന്ത ചൊല്ലും. ഏതാണ്ട് ഒരു 1 മണിക്കൂർ നീളുന്ന ഒരു സന്ധ്യാപ്രാർത്ഥനയായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. കൂടുതലായിട്ടുണ്ടായിരുന്നത് സായാഹ്നത്തിൽ ഞങ്ങൾ പപ്പായും ഞങ്ങളെല്ലാവരും ചേർന്നിരുന്ന് വളരെ ഉച്ചത്തിൽ ഭക്തിഗാനങ്ങൾ ആലപിക്കുമായിരുന്നു. നമുക്കറിയാമല്ലോ, അന്നത്തെ ഏതാണ്ട് ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാനകേന്ദ്രമൊക്കെ ആരംഭിച്ച സമയത്ത് അവിടെ നിന്ന് ഒത്തിരിയേറെ സ്തുതിപ്പ് ഗീതങ്ങൾ ഇറങ്ങിക്കൊണ്ടിരുന്ന സമയങ്ങളാണ്. അപ്പോൾ അവിടുന്ന് ലഭിക്കുന്ന ഗാനങ്ങളൊക്കെ, അത് കാസറ്റുകളൊക്കെ അന്ന് കേട്ടിട്ട് ആ പാട്ടൊക്കെ പഠിച്ചിട്ട് വളരെ ഉച്ചത്തിൽ സായാഹ്നത്തിലിരുന്ന് പാടുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ ആനന്ദമായിരുന്നു. അങ്ങനെയാണ് ഈ പാട്ടിലേക്കൊക്കെയുള്ളൊരു വലിയൊരു ആഭിമുഖ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈശോയെ ആരാധിക്കാനും അല്ലെങ്കിൽ ഈശോയെ സ്നേഹിക്കാനും ഒക്കെയുള്ളൊരു വലിയ ആഗ്രഹം നന്നേ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാകാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ്. അതിനുശേഷം വീട്ടിലെ ഒരു വലിയ സന്ധ്യാപ്രാർത്ഥനയോടനുബന്ധിച്ചുള്ളൊരു വലിയ കാര്യമാണ് ബൈബിൾ വായിക്കുക എന്നുള്ളത്. ഒരു 10 അധ്യായമെങ്കിലും സങ്കീർത്തനങ്ങൾ ഒരു സന്ധ്യാപ്രാർത്ഥന സമയത്ത് ഞങ്ങളിരുന്ന് വായിക്കുമായിരുന്നു. അങ്ങനെ സുവിശേഷത്തിലെ കുറച്ച് ഭാഗങ്ങൾ വായിക്കും, ലേഖനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വായിക്കും. അങ്ങനെ സന്ധ്യാപ്രാർത്ഥന വളരെ ആഘോഷമായിട്ട് നടത്തപ്പെടുന്ന ഈ അവസരത്തിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തോടും വചനത്തോടുമുള്ളൊരു ആഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആ നാളുകളിലൊക്കെയാണ്
എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതും സെമിനാരിയിൽ ചേർന്ന് ഒരു വൈദികനാകണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാകുന്നത്. ഞാൻ ആ സമയത്ത് ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്നു എനിക്കൊരു അച്ഛനാകണം. പക്ഷേ അച്ഛനാകണമെന്നുള്ള വലിയ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ തന്നെ ഈ പ്രസംഗിക്കുക എന്നുള്ളൊരു വലിയ ഭാരം എന്നെ അലട്ടിയിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നിരുന്നാൽ തന്നെ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളൊരു വലിയ ആഗ്രഹം, അല്ലെങ്കിൽ ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കണം, അതെൻ്റെ മനസ്സിലൊരു വലിയ സ്വപ്നമായിരുന്നു. ഒരു നല്ല പാട്ട് കുർബാന പാടി ഒരു നല്ല വിശുദ്ധ കുർബാന അർപ്പിക്കണം, അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞുനാളിൽ ഈ തിരുനാൾ നടക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ഈ കൊയറിൻ്റെ അടുത്ത് പോയി നിൽക്കും. ഈ പാട്ട് പാടി ദൈവത്തെ ആരാധിക്കുന്നത് കാണാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നന്നായിട്ട് പാട്ട് പാടുന്ന അച്ഛന്മാരുടെ വിശുദ്ധ കുർബാനയിൽ ഞാനിങ്ങനെ മതിമറന്ന് പങ്കെടുക്കുന്നത് ചെറുപ്പകാലത്തിലെ എൻ്റെ ഒരു വലിയ അനുഭവമായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുക. അപ്പം ആ ഒരു സ്വപ്നമാണ് എൻ്റെ ജീവിതത്തിൽ, ദൈവമേ എനിക്കും ഇതുപോലൊരു നല്ല ബലി അർപ്പിക്കണം, ദൈവജനത്തിന് വേണ്ടി എനിക്ക് നല്ലൊരു ബലി അർപ്പിക്കണം, അതിന് എനിക്കൊരു വൈദികനാകണം. വേറെ ഒരു ആഗ്രഹവും എനിക്കില്ല. ബലി അർപ്പിക്കാൻ വേണ്ടി എനിക്ക് വൈദികനാകണം, വേറെ ഒരു കാര്യവും ചെയ്യാൻ വേണ്ടിയല്ല. ആ ഒരു ആഗ്രഹമാണ്, തീഷ്ണതയാണ് എന്നെ ഈ വൈദികനാക്കിയതും, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയോടുള്ള വലിയൊരു അമിത ആവേശം, അമിത സ്നേഹം, അമിത ഇഷ്ടം, അതാണ് എന്നെ ഈ ദൈവവിളിയിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ചെറുപ്പകാലത്തെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് കീബോർഡ് വായിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അത്യാവശ്യം കീബോർഡ് വായിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് കീബോർഡ് ആദ്യമായിട്ട് എൻ്റെ പപ്പ മേടിച്ചു തന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുക, ദൈവമഹത്വത്തിന് വേണ്ടി നീ കീബോർഡ് ഉപയോഗിക്കുക. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തിന് അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് കീബോർഡ് വായിക്കുക എന്നുള്ളത് വലിയൊരു ആനന്ദമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ആ ചെറിയ ഇടവകയിൽ ഞാനായിരുന്നു കീബോർഡ് വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സെമിനാരി പോകണമെന്നുള്ള ആഗ്രഹം ഞാൻ വിചാരിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴും എന്നോട് അച്ഛൻ ചോദിച്ചൊരു വലിയ ചോദ്യം, എടാ ഇനി കുർബാനയ്ക്ക് ആര് കീബോർഡ് വായിക്കും? അച്ഛൻ തമാശയായിട്ടാണ് ചോദിച്ചത്. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ഈ വിശുദ്ധ കുർബാന അർപ്പിക്കണം, വിശുദ്ധ കുർബാനയ്ക്ക് എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം വീട്ടിൽ നിന്ന് ഈ കീബോർഡ് ചുമന്നുകൊണ്ട് പോയി പള്ളിയിൽ കൊണ്ടുപോയി കുർബാനയ്ക്ക് വായിക്കുന്നത് വലിയൊരു ആനന്ദമായിരുന്നു എനിക്ക്. അങ്ങനെ ഈ കുർബാന അർപ്പിക്കണം, അത് ഭയങ്കര ഒരു ആഗ്രഹമായിട്ട് മനസ്സിൽ കടന്ന സമയത്താണ് എൻ്റെ 10ാം ക്ലാസ് പൂർത്തിയാകുന്നതും ഞാൻ സെമിനാരിയിൽ ചേരണമെന്നുള്ളൊരു ആഗ്രഹം വിചാരിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നതും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ സെമിനാരിയിൽ പ്രവേശനം ലഭിച്ചു. സെമിനാരി ചെന്നപ്പോഴും ലഭിച്ച ഒരു വലിയ അംഗീകാരം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന് ഗാനങ്ങൾ ആലപിക്കാനും ഈ കീബോർഡ് വായിക്കാനുള്ളൊരു വലിയ ഭാഗ്യം എൻ്റെ 12 വർഷത്തെ സെമിനാരി കാലഘട്ടത്തിൽ എനിക്ക് കിട്ടി. സെമിനാരി കാലഘട്ടത്തിലും ഈ 12 വർഷക്കാലം വിശുദ്ധ കുർബാനയ്ക്ക് ഒന്നെങ്കിൽ പാട്ട് പാടാനോ അല്ലെങ്കിൽ കീബോർഡ് വായിക്കാനോ ഉള്ള ഒരു വലിയ അനുഭവം അല്ലെങ്കിൽ സൗഭാഗ്യം എൻ്റെ ഈശോ എനിക്ക് പ്രദാനം ചെയ്തു. കാരണം അത്രമാത്രം വിശുദ്ധ കുർബാനയോട് അല്ലെങ്കിൽ അൾത്താരയോട് ഈ ബലി അർപ്പിക്കുന്ന പുരോഹിതനോട് ചേർന്ന് നിൽക്കാനുള്ളൊരു ഭാഗ്യം ലഭിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ കുർബാനയ്ക്ക് കീബോർഡ് വായിക്കുന്നതും പാട്ട് പാടുന്നതെല്ലാം വലിയൊരു ആനന്ദമായിട്ട് ദൈവം തന്ന വലിയൊരു അവസരമായിട്ട് ഓരോ നിമിഷവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിനെ മഥിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്, ഒരിക്കൽ ബലി അർപ്പിക്കണം, ഒരിക്കൽ നീ പ്രസംഗം പറയണം. അതെൻ്റെ മനസ്സിലെ വലിയൊരു ആകുലതയാണ്. അങ്ങനെ ഈ സെമിനാരിയിലെ പഠനത്തിൻ്റെ ഏകാന്തതയുടെ സമയത്തൊക്കെ ചില സമയത്തൊക്കെ ഞാൻ പള്ളിയിൽ വന്നിരുന്ന് ദിവ്യകാരുണ്യ ഈശോയോട് നോക്കി ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് പ്രസംഗം പറയണം, എനിക്ക് വിശുദ്ധ കുർബാന സ്ഫുടമായിട്ട് അർപ്പിക്കണം. അതെൻ്റെ മനസ്സിൻ്റെ വലിയ ഒരു ആഗ്രഹമാണ്.
ഞാൻ ഈശോയോട് പരാതി പറയുമായിരുന്നു. എനിക്ക് ഈശോയെ വിശുദ്ധ കുർബാന ഒരു വാക്കുപോലും മുറിയാതെ, ഒരു വാക്കുപോലും ആവർത്തിക്കപ്പെടാതെ വളരെ സ്ഫുടമായിട്ട് ദൈവജനത്തിൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ ബലിയർപ്പിക്കാൻ എന്നെ അനുവദിക്കണം. ഞാൻ ഈശോയോട് പരാതി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, വലിയ വ്യത്യാസമൊന്നും എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. ആ കാലഘട്ടത്തിലൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഈ പാസ്റ്ററിന് പോകുമായിരുന്നു പല പള്ളികളിലും. ആ സമയത്തൊക്കെ കുട്ടികളെ വേദപാഠം പഠിപ്പിക്കുന്ന സമയത്തും, അല്ലെങ്കിൽ ചില അച്ഛന്മാരൊക്കെ ഡീക്കനായിരുന്ന സമയത്ത് പ്രസംഗിക്കാനൊക്കെ അവസരം തന്ന സമയത്തൊക്കെ ഈ സംസാരത്തിനിടയിൽ വിക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ വീണ്ടും വന്നിരുന്ന ദിവികാരൻ്റെനാഥൻ്റെ മുന്നിൽ വന്നിരുന്ന് ദൈവത്തോട് ഞാൻ ഇങ്ങനെ പരാതി പറയും. ഈശോയെ, എനിക്ക് ഈ വളരെ സ്ഫുടമായിട്ട് മറ്റുള്ളവർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കണം. അല്ലെങ്കിൽ എൻ്റെ പൗരോഹിത ജീവിതം ഒരു പരാജയമായിരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു പരിഹാസപാത്രമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈശോയോട് ഞാൻ നിരന്തരം വിശുദ്ധ കുർബാന പങ്കെടുക്കുമ്പോഴും ഈ പാട്ട് പാടുമ്പോഴും അല്ലെങ്കിൽ കീബോർഡ് വായിക്കുമ്പോഴും ഈശോ ഇതുപോലെ ഫ്ലുവൻ്റായിട്ട് ബലിയർപ്പിക്കാൻ എനിക്ക് സാധിക്കണം. അതേ എനിക്ക് ആഗ്രഹമുള്ളൂ. അങ്ങനെ നന്നായിട്ട് ബലിയർപ്പിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് എൻ്റെ ഈ പ്രാർത്ഥനയും പഠിത്തവും, അല്ലെങ്കിൽ എൻ്റെ ജീവിതം മുഴുവൻ ബലിയർപ്പിക്കണം. ദൈവജനത്തിന് അനുഭവമാകുന്ന രീതിയിൽ ഈശോയെ കൊടുക്കാൻ എനിക്ക് സാധിക്കണം. അത് വലിയൊരു കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് ഈ എൻ്റെ തിരുപ്പട്ട സ്വീകരണ സമയം അടുത്തു വരുന്നത്. തിരുപ്പട്ട സ്വീകരണത്തിൻ്റെ സമയത്ത് എന്നോടൊരു വൈദികൻ പറഞ്ഞു, എടാ മെത്രാൻ നിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. പുരോഹിത പട്ട സ്വീകരണ സമയത്ത് മെത്രാൻ നിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് നന്നായിട്ട് ബലിയർപ്പിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, മെത്രാൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ വിക്കു മാറാൻ വേണ്ടിയല്ല, മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് നന്നായിട്ട് ബലിയർപ്പിക്കാൻ സാധിക്കണം. വിക്കു മാറണമെന്നോ പ്രസംഗിക്കണമെന്നോ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് നന്നായിട്ട് ബലിയർപ്പിക്കാൻ സാധിക്കണം. ഞാൻ ഈ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് നന്ദിയെല്ലാം പറയാൻ നേരത്ത് ഞാനിങ്ങനെ ബലിപീഠത്തിൽ വന്ന് നിൽക്കുക. വിശുദ്ധ കുർബാന ആരംഭിച്ചു, വിശുദ്ധ കുർബാന അവസാനിച്ചു. പ്രിയപ്പെട്ടവരെ, അതെൻ്റെ ജീവിതത്തിൽ ഇന്നും മറക്കാനാവാത്ത വലിയൊരു അത്ഭുതമാണ്. എൻ്റെ ആദ്യത്തെ വിശുദ്ധ കുർബാന അർപ്പണത്തിന് ഒരു വാക്കുപോലും മുറിയാതെ, ഒരു വാക്കുപോലും ആവർത്തിക്കപ്പെടാതെ വളരെ സ്ഫുടമായിട്ട് ബലിയർപ്പിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് ദൈവം എനിക്ക് തന്ന വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കണക്കാക്കുക. ഇന്നും പ്രിയപ്പെട്ടവർ, ഈ സമയം വരെ ഞാനിപ്പോൾ പുരോഹിതനായിട്ട് 10 വർഷമായി. ഇതെൻ്റെ 10ാമത്തെ വർഷമാണ്. 2003 ജൂൺ 13 സെമിനാരി പ്രവേശിച്ച് 2014 ഡിസംബർ 29 പുരോഹിതനായ ഒരു മനുഷ്യനാണ് ഞാൻ. ഇന്ന് ഈ സമയം വരെ 10 വർഷമായി പുരോഹിതനായിട്ട്. ഇന്ന് ഈ സമയം വരെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എൻ്റെ ഒരു വാക്കുപോലും മുറിയാൻ എൻ്റെ ഈശോ അനുവദിച്ചിട്ടില്ല. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഒരു വാക്കുപോലും ദൈവജനത്തിന് തിരിയാത്ത രീതിയിൽ എൻ്റെ ആയിത്തീരുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഇന്ന് എന്നെ കണ്ടുമുട്ടുന്ന വ്യക്തികളും എന്നെ പരിചയമുള്ള വ്യക്തികളും എല്ലാം എന്നോട് പറയുന്നത്, അച്ഛാ, വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കണമെന്നാണ്. വിശുദ്ധ കുർബാന ഒരു അനുഭവമാകണമെന്നും വിശുദ്ധ കുർബാന വളരെ ഭംഗിയായിട്ട് അർപ്പിക്കാൻ സാധിക്കണമെന്നും ദൈവത്തോട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരാതിപ്പെട്ട് പ്രാർത്ഥിച്ച അവസരങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ദൈവം എനിക്ക് തരുന്ന അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. സ്വർഗീയ ജീവൻ പകർന്നു നൽകാൻ, നിത്യമാം ജീവന്റെ മാർഗമാകാൻ, എന്നും ആരാധ്യനായി വാഴുമീശോ ഈ തിരുവോസ്തിയിൽ വാസമായി ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. ഞാൻ ഈ സമയത്തൊക്കെ സൂചിപ്പിച്ചൊരു കാര്യം വിശുദ്ധ കുർബാനയെക്കുറിച്ച് തന്നെയാണല്ലോ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ,
ഒരുപക്ഷെ ഞാൻ പറയും, മനുഷ്യന് നിൽക്കാൻ പോലും അർഹതയില്ലാത്തൊരു വലിയ കാര്യമാണല്ലോ വിശുദ്ധ കുർബാനയുടെ മുന്നിൽ. നമ്മുടെ അയോഗ്യതയും പാപങ്ങളും കുറവുകളും പോരായ്മയും ഒന്നും പരിഗണിക്കാതെയാണ് ഈശോ നമുക്ക് വേണ്ടി ഇതാ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത്. ആ കർത്താവിനെ ആരാധിക്കുന്ന ബലഹീനരായ അല്ലെങ്കിൽ നിസ്സാരരായ മനുഷ്യരാണ് നമ്മളെല്ലാവരും. ആ കർത്താവിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എന്ത് കാര്യങ്ങൾ കൊടുത്താലും ഈശോ അത് പൂർണ്ണതയുള്ളതാക്കി തിരിച്ചു തരും. നമുക്ക് വേണ്ടത് വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും സ്നേഹവും പരിപൂർണ വിശ്വാസവുമാണ് നമുക്ക് വേണ്ടത്. ഈശോ സത്യമായും ദിവ്യകാരുണ്യത്തിലുണ്ട് എന്നുള്ള ഒരു വിശ്വാസം. ഇതെൻ്റെ 5ാമത്തെ പള്ളിയാണ്. ഇപ്പം ഞാനായിരിക്കുന്നത് പാലാരൂപതയുടെ പാതുവ സെൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിലാണ്. ഈ ദേവാലയം 103 വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ്. ഞാനിവിടെ വികാരിയായിട്ട് കടന്നു വന്നിട്ട് ഏതാണ്ട് 2 വർഷം ആകാൻ പോകുന്നേ ഉള്ളൂ. ഞാനിവിടെ വന്ന ആദ്യത്തെ പൊതുയോഗത്തിൽ ഇവിടുത്തെ ആളുകൾ എന്നോട് പറഞ്ഞു, അച്ഛൻ നമുക്ക് പള്ളി നവീകരിക്കണം, കാരണം ഒത്തിരി പഴക്കമുള്ള ഒരു പള്ളിയാണ്. ഈ പ്രദേശത്തെ ഏറ്റവും പഴക്കമുള്ള അല്ലെങ്കിൽ നവീകരണം അത്യാവശ്യമായിട്ട് വരുന്ന ഒരു പള്ളിയായിരുന്നു ഇത്. അങ്ങനെ പൊതുയോഗത്തിൽ പള്ളിയുടെ നവീകരണത്തെക്കുറിച്ച് സംസാരിക്കുകയും ആളുകൾ പള്ളി നവീകരിക്കണമെന്ന് ഒരുമിച്ച് തീരുമാനിക്കുകയും ചെയ്തൊരു സന്ദർഭത്തിൽ ഞാൻ ആ പൊതുയോഗം കഴിഞ്ഞ് നേരെ വരുന്നത് അടുത്ത വിശുദ്ധ കുർബാനയിലേക്കാണ്. വിശുദ്ധ കുർബാനയിൽ വന്നിട്ട് ഞാൻ ഈ നിയോഗം ബലിപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈശോയെ, ഇവിടെ ഒരു സുന്ദരമായൊരു പള്ളി, അതിനുശേഷമുള്ള ഒരു പള്ളി കമ്മിറ്റി നടക്കുകയാണ്. ആ പള്ളി കമ്മിറ്റിയിൽ ആളുകൾ ചോദിച്ചു, അച്ഛൻ ഇതിനു മുമ്പ് പള്ളി പണിതിട്ടുണ്ടോ? ഞാനിതിനു മുമ്പ് കൊച്ചച്ഛനായിട്ട് ഇരുന്നതാണ് കൂടുതലും. പിന്നീട് ഒരു പള്ളിയിൽ മാത്രമേ ഞാൻ വികാരിയായിട്ട് ഇരുന്നിട്ടുള്ളൂ. അതൊരു ചെറിയ പള്ളിയാണ്, വാരിയാനിക്കാട് എന്ന് പറയുന്നൊരു പള്ളിയാണ്. അവിടെ കാര്യമായിട്ടുള്ള കോവിഡ് കാലഘട്ടമായിരുന്നതിനാൽ പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളോ അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇതിൻ്റെ ഒരു ആദ്യത്തെ കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു, പള്ളി പണിതിട്ടില്ല, നമ്മുടെ ആദ്യത്തെ പള്ളി നമുക്ക് ഒരുമിച്ച് നമുക്ക് ചെയ്യാം, ദൈവം നമ്മളെ വഴി നടത്തിക്കൊള്ളും. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുമ്പോഴാണ് മുന്നിൽ ചേരുന്ന ഒരു കോൺട്രാക്ടർ എഞ്ചിനീയർ നമുക്ക് കടന്നു വരികയും അങ്ങനെ പള്ളിക്ക് വേണ്ടി അനുയോജ്യമായ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഒരു വളരെ സുന്ദരമായൊരു പ്ലാൻ പള്ളിക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഈ പ്ലാൻ ഞാൻ പള്ളി കമ്മിറ്റിയെ അറിയിച്ചപ്പോൾ അവർക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ആളുകൾ വളരെ സന്തോഷമായിട്ട് ഈ പ്ലാൻ അംഗീകരിക്കുകയും ചെയ്തു. അഭിയുന്റെ പിതാവിനെയും ഈ പ്ലാൻ സമർപ്പിച്ചപ്പോൾ പിതാവും വളരെ സന്തോഷത്തോടെ പള്ളിയുടെ നവീകരണവും അല്ലെങ്കിൽ അൾത്താരയുടെ പ്ലാനും എല്ലാം വളരെ സുന്ദരമായിട്ട് പിതാവിന് ഇഷ്ടപ്പെടുകയും എന്നോട് മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ ചെയ്തൊരു കാര്യം, ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന നവീകരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ദേവാലയത്തിലെ ഇപ്പോൾ ആയിരിക്കുന്ന പള്ളിയിൽ തന്നെയാണ് ഈ ദേവാലയത്തിന് മുമ്പുണ്ടായിരുന്ന മധുബഹ എന്ന് പറയുന്നൊരു ചെറിയ മധുബഹയാണ്. അൾത്താരയിലുണ്ടായിരുന്ന ഒരു ക്രൂശിത രൂപവും ആ രൂപത്തിന് താഴെ ഉണ്ടായിരുന്ന ഒരു ബലിപീഠം മാത്രം, പ്രത്യേകിച്ച് മറ്റൊന്നും ആ പഴയ പള്ളിയിൽ ഉണ്ടായിരുന്നില്ല. ആ ബലിപീഠത്തിൻ്റെ മുകളിൽ ഞാൻ ഈ അഭിവന്ദ്യ പിതാവ് അംഗീകരിച്ച ഈ പ്ലാനും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം വെച്ച് കുറേ നാൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഏതാണ്ട് ഒരു 2-3 മാസക്കാലം ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആരും അതറിഞ്ഞിട്ടില്ല. ജനുവരി മാസത്തിലാണ് പള്ളിയുടെ നവീകരണ ഉദ്ഘാടനം ആരംഭിക്കുന്നത്. ദേവാലയത്തിൻ്റെ നവീകരണ ഉദ്ഘാടനം നടത്തുന്നത് പാലാരൂപതയുടെ പ്രോട്ടോസെഞ്ചുലോസ് അച്ഛനാണ്. അച്ഛൻ വന്ന് നവീകരണ ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു തീരുമാനം വരികയാണ്. ഈശോ പറയുന്നൊരു തീരുമാനം വരികയാണ്, 6 മാസത്തിന് ശേഷം ഓഗസ്റ്റ് മാസത്തിൽ ഈ ദേവാലയം കുദാശ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അന്ന് ഈ നവീകരണ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഞാനിവിടെ നിന്ന് പ്രഖ്യാപിച്ചു, ഓഗസ്റ്റ് മാസത്തിൽ ദേവാലയത്തിൻ്റെ കൂദാശ നമ്മൾ നടത്തുന്നതാണ്. സാമ്പത്തികം കണ്ടുപിടിക്കണം, നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തണം. പ്രിയപ്പെട്ടവരെ, അപ്പോഴും വിശുദ്ധ കുർബാന ഇവിടുന്ന് മാറ്റി താൽക്കാലിക പള്ളിയിലേക്ക് മാറ്റിയപ്പോഴും അവിടുത്തെ ബലിപീഠത്തിൻ്റെ അടിയിലും ഞാൻ ഈ പ്ലാനും കാര്യങ്ങളെല്ലാം വെച്ച് എല്ലാ ദിവസവും ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഒരു ചെറിയ പ്രാർത്ഥന ഇടവക ജനം ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കും. എല്ലാ കുടുംബങ്ങളിലും ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ആ ജനുവരി മാസം തന്നെ നിർമ്മാണം ആരംഭിക്കുകയും ഈ ഓഗസ്റ്റ് മാസം വരെ ഒരു തടസ്സവുമില്ലാതെ ദേവാലയത്തിൻ്റെ ഓരോ പണികളും ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ വേഗത്തിലും ഭംഗിയിലും അത് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ പറയും
ദിവ്യകാരുണ്യ ഈശോ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ഒരു വലിയ സമയമായിരുന്നു ഈ ഇടവക സമൂഹത്തിന് വേണ്ടിയുള്ള ഈ ദേവാലയ നിർമ്മാണത്തിൻ്റെ സമയമെന്ന് ഞാൻ കരുതുകയാണ്. പ്രിയപ്പെട്ടവരുടെ എല്ലാ മഹത്വവും ഈശോയ്ക്കും, ദൈവത്തിൻ്റെ നാമം എന്നും മഹത്വപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ നാളുകളിൽ അഭിയന്ത പിതാക്കന്മാർ ഈ ദേവാലയം സന്ദർശിച്ച് പ്രാർത്ഥിച്ചവരുണ്ട്, ഒത്തിരിയേറെ വൈദികർ സന്ദർശിച്ച് പ്രാർത്ഥിച്ചവരുണ്ട്. എല്ലാ ദിവസവും തന്നെ പള്ളി കാണാനും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാനും അനേകരിവിടെ എത്തിച്ചേരുന്നുണ്ട്. വിശുദ്ധ അന്തോനീസിൻ്റെ നാമത്തിൽ സ്ഥാപിതമായൊരു ദേവാലയം ഇത്. ദേവാലയത്തിൻ്റെ കൂദാശയുടെ സമയത്ത് എൻ്റെ മനസ്സിൽ ഈശോ തോന്നിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, വിശുദ്ധ അന്തോനീസിൻ്റെ തിരുശേഷിപ്പ് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കണം. ദൈവജനത്തിന് വേണ്ടി പരസ്യ വണക്കത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കുന്ന, ഈ നാടിൻ്റെ മാതൃകയുമായ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിൻ്റെ വലിയ സാന്നിധ്യം ഈ ദേശത്തുണ്ടായിരിക്കണം. വിശുദ്ധ അന്തോനീസിൻ്റെ തിരുശേഷിപ്പ് ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ദേവാലയ കുദാശയ്ക്ക് മുമ്പ് തന്നെ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ ദിവ്യകാരുണ്യ ഈശോ വലിയ അത്ഭുതത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്നു എന്നുള്ളത് എല്ലാ സ്ഥലത്തും ഞാൻ പ്രഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ വേഗത്തിൽ, മനുഷ്യൻ നിശ്ചയിക്കുന്നതിനേക്കാളും കൂടുതൽ വേഗത്തിൽ ദൈവത്തിന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. എപ്പോഴും ആൾക്കാർ, നമുക്കറിയാം, ഒരു അച്ഛനായിരിക്കുമ്പോൾ ആൾക്കാർ പ്രാർത്ഥന ആവശ്യപ്പെടും. അച്ഛൻ പ്രാർത്ഥിക്കണം, പല ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, വിശുദ്ധ കുർബാനയിൽ ഞാൻ പ്രാർത്ഥിക്കാം, വിശുദ്ധ കുർബാനയിൽ ഞാൻ പ്രാർത്ഥിക്കാം. മറ്റൊരു പ്രാർത്ഥനയിലേക്കുമല്ല നമ്മൾ ആളുകളെ കൊണ്ടുവരേണ്ടത്, കർത്താവിൻ്റെ ബലിയിലേക്ക്. ബലിയാണ് കേന്ദ്രം. ആ ബലിയിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ബലിയിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് പരിപൂർണമായിട്ട് വിശ്വസിച്ചാൽ അതാണ് ഒരു ക്രിസ്തീയതയുടെ ഏറ്റവും വലിയ അടിസ്ഥാനമെന്നൊരു വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യം നമുക്കെല്ലാവർക്കും ഒരു അത്ഭുതമായിരിക്കണം ആദ്യം തന്നെ. എന്തുകൊണ്ടാണ് അത്ഭുതം? അതാണ് ഞാൻ പറഞ്ഞത്, ദൈവം മനുഷ്യരുടെ കൂടെ ആയിരിക്കുകയാണ്. അതിനേക്കാളും വലിയൊരു സൗഭാഗ്യം മനുഷ്യന് വേറെ കിട്ടാനില്ല. ദൈവം മനുഷ്യരുടെ കൂടെ ആയിരിക്കുകയാണ് ഓരോ ബലിയുടെ സമയത്തും. ഓരോ ദിവ്യകാരുണ്യ ആരാധന നടക്കുമ്പോഴും നിസ്സാരരും ബലഹീനരുമായ മനുഷ്യവർഗം പരിപൂർണനായ ദൈവത്തെ ആരാധിക്കുകയാണ്, നേരിൽ കണ്ട് ആരാധിക്കുകയാണ്. ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ മുഖം കണ്ടിട്ടോ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നിട്ടോ അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, കർത്താവിൻ്റെ വചനത്തിലാണ് വിശ്വസിക്കേണ്ടത്. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. അത് മതി. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അല്ലാതെ വേറെ ഒരു അത്ഭുതത്തിന് വേണ്ടി നമ്മൾ ഓടി നടക്കേണ്ട ആവശ്യമില്ല. കർത്താവിനെ കണ്ടാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ, ഈശോയുടെ രക്തം തിരുവോസ്തിയിൽ കണ്ടിട്ടേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. ആരും വാശി പിടിച്ചേക്കരുത്. നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് ഈശോ സത്യമായും ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് പരിപൂർണമായിട്ട് നമ്മൾ വിശ്വസിച്ച് ആഗ്രഹിച്ചാൽ ഇതുപോലെയുള്ള ഇതിനേക്കാളും വലിയ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് എൻ്റെ 10ാമത്തെ വർഷമാണ്. ഈ 10 വർഷക്കാലവും ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് വലിയ കൃപ തന്നു. അതെൻ്റെ ജീവിതത്തിലെ വലിയ ഒരു അനുഭവമായിട്ട്, സൗഭാഗ്യമായിട്ട്, അത്ഭുതമായിട്ട് ഞാൻ കണക്കാക്കുക. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുനാൾ മുതൽ തന്നെ ആഗ്രഹിച്ച, പ്രാർത്ഥിച്ച വലിയൊരു സ്വപ്നമാണ് ഇന്നെൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്, ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്, കർത്താവിനെ പാടി ഓരോ നിമിഷവും ഓരോ പരിശുദ്ധ കുർബാനയും വലിയ ഒരു അനുഭവമാക്കുക എന്നുള്ളത് കുഞ്ഞുനാൾ മുതൽ തന്നെ ഞാൻ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതുമായിട്ടുള്ള ഒരു വലിയ സ്വപ്നമാണ്. അതിൻ്റെ ദിവ്യകാരുണ്യ ഈശോ എനിക്ക് യാഥാർത്ഥ്യമാക്കി തന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും നമ്മുടെ ജീവിതത്തെയും ഇതുപോലെ ബലിയിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ കുർബാന നമുക്കെന്നും ഒരു അത്ഭുതവും എന്നും നമുക്കതൊരു അനുഭവമായിട്ട് മാറും. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യ
ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.